Hello everyone, welcome to another section of Cooking with JJP. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമസ്കാരം. സോ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, ഒരു ഷെഫുമാണ് ഷൈജു. ഷൈജു ആണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു എപ്പിസോഡിനകത്ത് നമുക്കൊരു സാൽമൻ്റെ കറി അടിപൊളിയാക്കി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. സോ പിന്നെ അതിനുശേഷം ഷൈജു പിന്നെ ഇവിടെ വന്നിരിക്കുകയാണ് നമുക്ക് അടിപൊളി ഒരു പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഷൈജു എന്തുകൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നില്ലേ? പിന്നെ ഇപ്പോൾ കുഞ്ഞൊക്കെ ആയി, എന്തുകൊണ്ട് എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? സന്തോഷമായിട്ട് പോകുന്നു. ലൈഫൊക്കെ ബിസിയാണോ? ഇപ്പം ബിസിയാണ്. കുക്കൊക്കെ ചെയ്യാറുണ്ടോ? വീട്ടിൽ ഉണ്ട്. ഷൈജു അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും, എല്ലാ കറികളും നല്ലോണം അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. എനിക്കറിയാം, കാരണം ഈ പോർക്ക് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം, ഞാൻ സാധാരണ ഷൈജു ഈ പോർക്ക് കഴിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ നാട്ടിലൊന്നും കിട്ടാറില്ല. കാരണം നമ്മുടെ ആ സ്ഥലത്ത് കൊല്ലം, കുണ്ട്ര ആ ഭാഗത്തോട്ടൊക്കെ വരും മീനും ഒക്കെ, പിന്നെ ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിലും ഈ പോർക്ക് അങ്ങനെ കഴിക്കാറില്ലായിരുന്നു, കാരണം യൂസ്ഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ പോർക്കിൻ്റെ കറിയൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും പക്ഷെ പിന്നെ ഈ സോസേജും ഒക്കെ ഈ ബേക്കിനൊക്കെ വന്ന് പതുക്കെ ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ കഴിച്ചാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ 1-2 വർഷത്തിന് മുമ്പ്, അല്ലേ ഷൈജു? 2 വർഷത്തിന് മുമ്പിട്ട് പള്ളിയിലെ ഒരു ഇവൻറ്റിന് സൂപ്പറായിട്ട് ഈ പോർക്ക് കറി ഉണ്ടാക്കി അന്ന്, അല്ലേ? കറിയും നമ്മൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലർക്കെങ്കിലും അറിയായിരിക്കും, കാരണം ഇത് ഉള്ള കാര്യമാണ്. അടിപൊളി കറിയായിരുന്നു. അതിനുശേഷം ഷൈജുവിനെ വെച്ചിട്ട് എനിക്ക് ഈ പോർക്ക് കറി ഇവിടെ ഉണ്ടാക്കണമെന്ന് ഞാൻ കുറേ നാളും കൊണ്ട് ആശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിന് അവസരം എത്തിയിരിക്കുകയാണ്. അതുമല്ല, ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്, നിങ്ങളിത് ട്രൈ ചെയ്യണം, അടിപൊളിയായിരിക്കും. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പക്ഷേ പോർക്ക് റോസ്റ്റ് ആണ്, അല്ലേ? ഷൈജു, ലെറ്റ്സ് ഗോ ഓവർ ദ ഇൻഗ്രീഡിയൻസ്. നമുക്ക് 5 പൗണ്ട് 5 പൗണ്ട് പോർക്ക്. ഓക്കെ. പിന്നെ ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, തക്കാളിയുണ്ട്, ടൊമാറ്റോ, ഓണിയനുണ്ട്, കരിയാപ്പില എടുത്തിട്ടുണ്ട്, കറി ലീവ്സ്, പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, കൊറിയൻഡർ, ഗരം മസാല ഉണ്ട്, ബ്ലാക്ക് പെപ്പർ ഉണ്ട്, ടർമറിക് ഉണ്ട്, പിന്നെ കടുകുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ആവശ്യത്തിന് കായമുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഓയിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഇതിനകത്ത് ഇച്ചിരി ശക്കലം മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് നമ്മളിതിനെ ഒന്ന് പുരട്ടി വെക്കുകയാണ്. ഒരു 1/2 hour പുരട്ടി വെച്ചിരുന്നാൽ മതി. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഒരു ശക്കലം മഞ്ഞപ്പൊടി ഇടുന്നു, കുരുമുളക് പൊടി ഇടുന്നു, ഉപ്പ് ഇട്ട്, പിന്നെ എൻ്റെ ഇതിൽ ഞാനെന്നെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി കായപ്പൊടി കൂടി ഇടും. എന്നിട്ടൊരു 1/2 hourലേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ടൊന്ന്. So you put black pepper, salt, turmeric and a little bit asafoetida, കായം ഇളക്കി കൈ കൊണ്ടങ്ങ് ഇളക്കി വെക്കുവാണ്. So you mix it and leave it for half an hour. നമ്മൾ 1/2 hour വെച്ച് നമ്മുടെ മാരിനേഷൻ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. After marinate for half an hour, അത് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ വെച്ചു. അതിപ്പം അടപ്പ വെച്ചു. ഇനി ഒരു 10-15 മിനിറ്റത്തേക്ക് അതിന് ബോയിൽ for 10 minutes. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം അതിനുള്ള. മസാല സ്പൈസസ് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അന്നേരത്തേക്ക് അതൊന്ന് ഇതായി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു മസാല ഉണ്ടാക്കാൻ പോവാണ്. ഒരു വലിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ അങ്ങോട്ട് ഇടുവാണ്. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം നമുക്ക് ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. 3 വലിയ സവാള, 3 ബിഗ് വൺ. അതിനകത്തേക്ക് ഒരു ശക്കല ഉപ്പോട് ഇട്ട് കൊടുക്കുകയാണ്, ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. അന്നേരത്തേക്ക് adding a little bit salt. So we added ginger, garlic, onion, salt now. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമ്മളാണെങ്കിൽ ഒരു ടൊമാറ്റോ കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. Adding 1 tomato. If you don't want tomato, you don't need it. Okay. ഗ്രേവിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടി നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്യുന്നതാണ്. അതിന് ടേസ്റ്റിന് അതേ ഉള്ളൂ, അല്ലാതെ വേണ്ടിയവർക്ക് ആഡ് ചെയ്യാം. ഞാൻ ചെയ്യുമ്പോൾ ഇടുന്നുണ്ട്. നമ്മുടെ പൊടികളെല്ലാം ചേർക്കാൻ പോവാണ്. ആദ്യം 1 സ്പൂണ് ടർമറിക് പൗഡർ ഇടുന്നു. പിന്നെ ഒരു 3 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. 3 tablespoon chili powder. Kashmiri powder, right? Yeah, Kashmiri chili. Yeah. Okay. പിന്നെ 3 കൊറിയാണ്ടർ കൂടെ ഇടുന്നുണ്ട്, 3 സ്പൂണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇടുന്നുണ്ട് അതിനകത്ത്. 1 ടീസ്പൂൺ ഗരം മസാല. അത് കഴിഞ്ഞിട്ട് അവസാനം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഒരു ഇതിന് വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് സൈഡിലോട്ടാക്കി വെച്ചിട്ട് ഒന്ന് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന്
മൂക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് അതൊരു 1 മിനിറ്റ് ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് പിന്നെ ഒരുമിച്ച് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തത്. അന്നേരത്തേക്ക് ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി. To get rid of this fresh smell of the spices. Yep. Fresh smell. ഒരു റോസ്റ്റ് സ്മെല്ല് വരും അന്നേരം. സോ പച്ചമണം മാറിയ ശേഷം എല്ലാം മിക്സ് ചെയ്ത് പിന്നെ നമ്മളൊരു ഇച്ചിരി നേരോടെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. നമ്മുടെ മസാല ഇങ്ങനെ നല്ല റെഡ് കളറിൽ ഇങ്ങനെ ഒരു മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് മസാല മൂത്തതിൻ്റെയൊക്കെ. അന്നേരം അത് കഴിയുമ്പോൾ നമ്മൾ ഇതിനെ ഓഫ് ചെയ്ത് വെക്കുവാണ്. നമ്മൾ മസാല റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് ആയൊന്ന് നോക്കാം. പോർക്ക് ഇങ്ങനെ തിളച്ച് ബോയിലായി വന്നിട്ടുണ്ട്. നമ്മൾ മസാല ഇടാൻ പോവാണ്. ഉള്ളി എല്ലാം ഇട്ട് മസാലയും പോർക്കും എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി അതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി കരിയാപ്പിലയും ഇച്ചിരി പാകത്തിന് തന്നെയും ഇച്ചിരി ഉപ്പൂടെ നോക്കിയിട്ടൊന്ന് ഉപ്പും പിന്നെ ഇച്ചിരി കുറച്ച് ഗരം മസാലയും ഇച്ചിരി കായപ്പൊടിയൂടെ ചേർക്കാൻ പോയി. 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഗരം മസാലയുടെ പാകത്തിന് ഇച്ചിരി ഉപ്പൂടെ ഇടുവാണ്. കായപ്പൊടിയൂടെ ഇനി ബാക്കി വേണ്ടി ഇടുവാണ്. ഇപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ്സിലേക്ക് അതൊന്ന് വേവാൻ വേണ്ടി നമ്മളൊന്ന് അടച്ചു വെച്ച് വേവി. നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കറി എന്തോ ആയെന്ന്. ലുക്കിംഗ് ഗുഡ് ബ്രദർ. ഇളക്കി കൊടുക്കാം അല്ലേ? ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓ മൈ ഗുഡ്നെസ് സ്മെല്ല് ഒരു രക്ഷയില്ല കുട്ടാ. അടിപൊളി. ഗായ്സ്, ഷൈജു നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ അടിപൊളിയായിട്ട് പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കാം അല്ലേ ഷൈജു? സോ നിങ്ങൾ ഇതുപോലെ അങ്ങ് കണ്ട് കേട്ട് നമ്മളങ്ങ് ചെയ്യുക. പോർക്ക് കഴിക്കാത്ത പോലും കഴിച്ചു പോകും. എന്നെ പോലെ തന്നെ കഴിക്കാത്ത പോലും കഴിച്ചു പോകും. സോ മേക്ക് ഷുവർ യു ട്രൈ ഇറ്റ്. പോർക്ക് റെഡിയാകാൻ നോക്കാൻ പോവാണ്. ഓക്കെ. വാവ് മാൻ, പോർക്ക് നല്ല ഡ്രൈ ആയിട്ട് ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് ആദ്യമേ ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്തു. അതിന് ശേഷം നമ്മുടെ ഈ സ്പൈസസും മസാല വെച്ചിട്ട് അരമണിക്കൂറോട് വെച്ചു വേവിച്ചെടുത്തതാണ്. അന്നേരത്തെ ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് വരും. റോസ്റ്റ് പോലെ ഇരിക്കും സാധനം. ഇതിന് നമ്മൾ ഇതിനെ കടുകൂടെ വറുത്ത് ഇതിനെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. നേരത്തേക്ക് സാധനങ്ങൾ റെഡിയാവും. കടു വറക്കാൻ പോവാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ എന്നാലും അതിനകത്തേക്ക് 1 സ്പൂൺ കടുക് ഇടുന്നു. നമ്മളെ കൊട്ടി നമ്മൾ ഇഞ്ചിയും ഇച്ചിരി ഉള്ളിയൂടെ അരിഞ്ഞത് ഇടുവാണ് അതിനകത്ത് കടു വറക്കാൻ. എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കി ഇരിക്കുന്ന നമ്മുടെ കറി ലീഫ് കൂടെ അതിനകത്തോട്ട് ഇടുവാണ്. കറി ലീഫ് കൂടെ ഇടുമ്പോഴത്തേന് അത് കഴിഞ്ഞിട്ട് അതിന് കടുവൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളത് ഇനി അതിനകത്തോട്ട് നമ്മുടെ പോർക്കിലോട്ട് ഇടാൻ പോവാണ്. എല്ലാം കൂടെ കടുവ വറുത്തൊഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മളെല്ലാം കൂടെ ഒന്ന് ഇളക്കി റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കുകയാണ്. അടിപൊളി സ്മെല്ലും ഉണ്ട് ബ്രോ. ഗുഡ് മാൻ. ഇനി ഓപ്ഷണലാണ്. ഞാൻ എൻ്റെ ഇതിൽ ഞാൻ ഇച്ചിരി കൊറിയാണ്ടർ ലീഫ് കൂടെ അതിനകത്ത് ഇടും. ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി കരിയാപ്പിലയൂടെ അതിന്റെ മണ്ടയ്ക്ക് ചുമ്മാ ഒന്ന് വിതറിയിടും അതിനകത്ത്. എന്നിട്ട് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി വെക്കുമ്പോഴത്തേന് നല്ല തിക്ക് ഗ്രേവിയാണ്. ഗ്രേവിക്ക് ഒരു ശകലം പോലും ഇല്ല, വെള്ളമില്ല. അങ്ങനെ ഒരു വെള്ളം പോലല്ല. ഓരോ പീസിലും ഗ്രേവി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അടിപൊളി. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ഷൈജു അണ്ടർഗ്രൗണ്ട് ഷെഫാണ്. ഓക്കെ, നമ്മുടെ ഷെഫും അവന്റെ ന്യൂ ബോൺ ബേബിയും. ഷൈജു പേരെന്താ ബേബിയുടെ? പേരെന്തുവാ? ഏഞ്ചലയും ഉണ്ട്. ജിഷ വൈഫ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ എങ്ങനെയുണ്ട് കുക്കിംഗ് ഒക്കെ? ഷൈജുവിന്റെ ഒക്കെ എല്ലാ ദിവസവും കുക്ക് ചെയ്ത് തരുമോ? ചെയ്തു തരുമോ? അടിപൊളിയാണോ? ഓക്കെ, അടിപൊളിയാണ്. ഓക്കെ, നമ്മള് പോർക്കിന്റെ റോസ്റ്റ് ഉണ്ടാക്കി ഷൈജു, ഷെഫ് ഷൈജു അടിപൊളിയായിട്ടാണ്. നിങ്ങൾ കണ്ടു, ഷൈജു നമ്മളെയും എന്നെയും നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിപ്പിക്കുമായിരുന്നു എങ്ങനെ അടിപൊളിയായിട്ട് ഈ പോർക്കിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കണമെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നമ്മൾ വലിയ ഫേവറേറ്റ് ആളൊന്നുമല്ല ഈ പോർക്ക് കഴിക്കാനായിട്ട്. പക്ഷേ ഈ 2-3 വർഷത്തിന് മുമ്പിട്ട് പുള്ളിക്കാരൻ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് പോർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാരൻ്റെ കറി. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഷൈജു, നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഷൈജു റെഡി? യെസ്. സോ നമ്മൾ
അതിനുവേണ്ടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അടിപൊളിയായിട്ട് വേണ്ട അപ്പം, ചൂടപ്പം, വെള്ളയപ്പം, അതോടൊപ്പം തന്നെ അവിടെ പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ടയും. സോ ഇത് കണ്ടില്ലേ, എതളായിട്ടിരിക്കുന്ന പൊറോട്ടയും. സോ നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഷൈജു, ഞാൻ ഒരു പൊറോട്ട ദാണ്ട് ഇങ്ങോട്ട് വെക്കുകയാണ്. പൊറോട്ട നമ്മുടെ ദേശീയ ഭക്ഷണമാണ്. അതോടൊപ്പം തന്നെ ഒരപ്പവും, ചൂടപ്പം ദാണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഞാൻ വേണ്ട ഷൈജു, ഞാനൊരു പൊറോട്ടയും കൂടെ നിങ്ങൾക്കൂടെ വേണ്ട തരുവാണ്. അതുകൊണ്ട് ഒരപ്പം നിങ്ങൾക്ക് തരികയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വേണ്ടേ അടിപൊളി അല്ല ഷൈജു അങ്ങോട്ട് വെക്കുവാണ്. മതിയോ? ഓക്കെ, നമ്മൾ ഞാനൂടെ അതോടൊപ്പം തന്നെ എടുക്കുകയാണ്. ഇച്ചിരി അങ്ങോട്ട് എടുത്ത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഷൈജു, ഞാൻ ഈ പൊറോട്ട ആദ്യമേ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. ഷൈജു, ആ പഴയ ടേസ്റ്റ് ഞാൻ ഇപ്പോഴും ഉണ്ടോ നോക്കട്ടെ. ചെയ്യാണ്ട് ഇതായിട്ട് സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ ഫുഡ് തന്നെ ഞാൻ എപ്പോഴും വാങ്ങുന്നു പറയുന്നത്. ഇത് നാവി വെക്കേണ്ട, എൻ്റെ വെള്ളം വാങ്ങേണ്ട ചാടുന്നു. നാവി വെക്കേണ്ട താമസം അടിപൊളി ഞാൻ പറയാതിരിക്കാൻ ഒക്കത്തില്ല ബ്രോ. നിങ്ങളുടെ ഫാമിലി എല്ലാം ലക്കിയാണ്, നിങ്ങൾക്ക് ഇതേപോലെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത്. നമുക്ക് അടിപൊളി. അതോടൊപ്പം തന്നെ നമ്മൾ ഏതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ നോക്കാം. തന്നെ നമ്മൾ വേണ്ടേ ഒരു അപ്പം തന്നെ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് മീറ്റും എടുത്തിട്ട് വേണ്ടേ ഇങ്ങോട്ട് വെച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ട് വെച്ചിട്ട് വേണ്ടേ പൊറോട്ടയുടെ കൂടെയും അടിപൊളിയായിട്ടുണ്ട്, അപ്പത്തിൻ്റെ കൂടെയും അടിപൊളിയായിട്ടുണ്ട്. മാറ്റി നിർത്താൻ ഒക്കത്തില്ല, ഏതാ നല്ലതെന്ന് പറയാൻ ഒക്കത്തില്ല. കാരണം ഈ ഇത് രണ്ട് പോട്ട്, പക്ഷേ ഈ പോർക്കിൻ്റെ ഈ റോസ്റ്റാണ് ഇതിനകത്ത് മുൻപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതിൻ്റെ കൂടെയും കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട് ഷൈജു, സൂപ്പറായിട്ട്. കഴിച്ചോ? ഓക്കെ, നിങ്ങൾ കണ്ടതാണ്. ഈസി പ്രോസസ്സാണ്. കൂടി എത്ര അരമണിക്കൂറെല്ലാം കൂടെ അല്ലേ ഷൈജു? 3/4 മണിക്കൂർ കൊണ്ട് അടിപൊളി, 40 മിനിറ്റ്സ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇത് കണ്ടല്ലോ, ഈ പോർക്കിൻ്റെ ആണല്ലോ, ആ പന്നിയുടെ ആ ടേസ്റ്റേ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് മീറ്റിൻ്റെ ആ ടേസ്റ്റ് അടിപൊളി. ഏതോ ഒരു മീറ്റ്, അടിപൊളി മീറ്റുമായി അല്ലേ ഈ ഇത്. സോ ഇത് തൊലിയോട് കൂടി നമ്മൾ കുക്ക് ചെയ്തത്. ഓക്കെ, അടിപൊളിയായിരിക്കുന്നു. ഷൈജുവിനും ഫാമിലിക്കും വളരെ നന്ദി ഇത് വന്നതിന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഷൈജുവിനെ കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യിപ്പിക്കും. റൈറ്റ് ഷൈജു? ഓക്കെ. സോ ഷൈജു അടിപൊളി. നിങ്ങൾക്കെല്ലാം കാണുന്നവർക്ക്, എന്നെ അറിയാവുന്നവർക്കും ഷൈജുവിനെ അറിയാവുന്നവർക്കും എല്ലാം അറിയാം, അടിപൊളി ഷെഫാണ് ഷൈജു. സോ നമ്മൾ പുള്ളിക്കാരൻ്റെ ഓരോ കലാപരിപാടികൾ, ഇങ്ങനെയുള്ള കുക്കിംഗ് കലാപരിപാടികൾ നമ്മൾ പല എപ്പിസോഡായിട്ട് നമ്മൾ ഇനിയും വിടുന്നതായിരിക്കും. നിങ്ങളെല്ലാം കണ്ടു, നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. ഞാൻ എനിവേ താങ്ക് യു ഷൈജു അഗെയിൻ. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം, ഇത് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതെല്ലാം കഴിക്കാൻ. ഇത് നിങ്ങളെ കഴിച്ച് ഞങ്ങൾ കൊതിപ്പിക്കുന്നില്ല. അടിപൊളിയായിരുന്നു. സോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കൊക്കെ അടിച്ച് ഷെയറൊക്കെ അടിച്ച് നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. Till next time, next video, take care and bye. See you. All right. Bye. Oh man, how is it bro? Good. എങ്ങനെയുണ്ട്? ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നില്ലല്ലോ. ഓക്കെ, ജോഹാൻ എങ്ങനെയുണ്ട്? It's good. Good? Yeah. താണ്ടെ നമ്മുടെ ഷെഫിന്റെ നെഫ്യൂ ആണ് ഷിൻജോ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഗുഡ്. നമ്മുടെ മെയിൻ ഷെഫ് അല്ല, മെയിൻ ടേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഓൾറൈറ്റ്, എങ്ങനെയുണ്ടാ? Yeah. Good. All right.